ഹലോ മക്കളെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ SSLC കുട്ടികളായിക്കോട്ടെ, നമ്മുടെ പബ്ലിക് എക്സാം എഴുതുന്ന നമ്മുടെ മക്കളെല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതായത് നമ്മളുടെ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞു, പബ്ലിക് എക്സാമിൻ്റെ വാല്യുവേഷൻ ലിബറൽ ആയിരിക്കുമോ അതോ സ്ട്രിക്റ്റ് ആയിരിക്കുമോ? ഇപ്പോൾ ചില പേപ്പേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോയിട്ടുണ്ടാകും, ചിലപ്പോൾ ടഫായിട്ടുണ്ടാകും, ചിലപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുണ്ടാകും. അങ്ങനെ ഈസി ആയിട്ടുണ്ടെങ്കിൽ വാല്യുവേഷൻ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവുമോ, അല്ലെങ്കിൽ ടഫായിട്ടുണ്ടെങ്കിൽ വാല്യുവേഷൻ കുറച്ചുകൂടി ലിബറൽ ആയിരിക്കുമോ? അങ്ങനെ നിങ്ങളെല്ലാവരും കാത്തിരുന്നിട്ടുണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ എൻ്റെ മക്കൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ലൈവുകളായിക്കോട്ടെ, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ ചാനൽസിലൂടെ വരുന്നുണ്ടാകും. അപ്പം ആദ്യം തന്നെ നിങ്ങളുടെ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പറിനൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, നമ്മുടെ പേപ്പറൊക്കെ ടീച്ചേഴ്സ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം എന്താണ് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതെല്ലാം ഓരോ തവണ എന്ത് ചെയ്യുന്നു, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് നിങ്ങളുടെ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വൺസ് എന്തായിരിക്കും, നമ്മുടെ കംപ്ലീറ്റ് എക്സാം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം ഓരോരുത്തർക്കും ഓരോ SSLCക്ക് ആണെങ്കിൽ വേറെ ഡേറ്റിനായിരിക്കും, +1 വേറെ ആയിരിക്കും, +2 വേറെ ആയിരിക്കും. അങ്ങനെ നിങ്ങളുടെ കംപ്ലീറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ SSLCൻ്റെ കാര്യം പറയുകയാണെങ്കിൽ SSLCക്കാരുടെ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 3-നാണ്. അപ്പോൾ ഇങ്ങനെ വാല്യുവേഷൻ നടക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ സ്കൂളിലുള്ള എൻ്റെ ടീച്ചേഴ്സിന് തന്നെ ആയിരിക്കും പേപ്പർ നോക്കുന്നത്. ഒരിക്കലും അല്ല. നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത്, ഇപ്പോൾ കോഴിക്കോട് നിന്നാണെങ്കിൽ കോഴിക്കോടുള്ള എല്ലാ സ്കൂളുകളിലെയും നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ പേപ്പർ വേറൊരു ജില്ലകളിലേക്ക് അയക്കുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ അവിടുന്ന് വേറെ ജില്ലകളിൽ നിന്നുള്ള പേപ്പേഴ്സ് ഇവിടേക്കും വരുന്നുണ്ടാകും. അങ്ങനെ ഒരിക്കലും ഒരു ജില്ലയിലെ ഒരു സ്കൂളിലുള്ള കുട്ടികളുടെ പേപ്പർ ആ ജില്ലയിലായിരിക്കില്ല നോക്കുന്നത്, വേറെ ജില്ലകളിലായിരിക്കും. അപ്പോൾ അവിടെ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യുവേഷൻ ക്യാമ്പുകൾ ഉണ്ടാവും. ഓരോ ജില്ലകളിലും നമുക്ക് 1, 2, 3 ക്യാമ്പുകളൊക്കെ ഉണ്ടാകും. അവിടെ വെച്ചിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ പേപ്പർ വാല്യുവേഷൻ നോക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ബയോളജി പേപ്പറൊക്കെ ആണെങ്കിൽ 40 മാർക്കിനൊക്കെയാണ്. ആൻഡ് കെമിസ്ട്രി 40ആണ്, ഫിസിക്സ് 40ആണ്. പക്ഷേ മാത്സിലേക്കൊക്കെ വരുന്ന സമയത്ത് 80 മാർക്കിൻ്റെ പേപ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ടീച്ചർ, ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ മിസ് പറയണ സമയത്ത് മിസ് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്, മിസ്സൊക്കെ പഠിക്കുന്ന സമയത്ത്, അതായത് ടീച്ചറിൻ്റെ മൂഡ് പോലെ ഇരിക്കും എന്താണ് നമ്മുടെ പേപ്പർ വാല്യുവേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ടീച്ചർ കുറേ പേപ്പർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നമ്മുടെ പേപ്പറിൽ ചിലപ്പോൾ മാർക്കൊക്കെ ടീച്ചർ സ്പീഡിൽ ഇട്ട് പോകും. അതല്ല, ടീച്ചർ കുറേ പേപ്പർ ഇങ്ങനെ നോക്കി മടുക്കുമ്പോൾ ടീച്ചർ ചില ക്വസ്റ്റ്യനൊന്നും ശ്രദ്ധിക്കാതെയൊക്കെ പോയിപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നുമല്ല, ഒരു ടീച്ചറിന് താങ്ങാൻ പറ്റാത്തതിൽ അധികം പേപ്പേഴ്സ് ഒന്നും ഒരു ദിവസം നോക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 40 മാർക്കിൻ്റെ പേപ്പർ ആണ് എന്നുണ്ടെങ്കിൽ 36 പേപ്പർ ആയിരിക്കും ഒരു ദിവസം ഒരു ടീച്ചർ നോക്കുക. ഓക്കെ, അതിന് നേരെ മറിച്ച് 80 മാർക്കിൻ്റെ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ 24 പേപ്പർ ആയിരിക്കും ഒരു ദിവസം ഒരു ടീച്ചർ നോക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും ടീച്ചേഴ്സ് പേപ്പർ വാല്യൂ ചെയ്യുന്നത്. ആൻഡ് അതിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, പേപ്പർ വാല്യുവേഷൻ എങ്ങനെയായിരിക്കും, ആയിട്ടായിരിക്കുമോ നോക്കുക, അല്ലെങ്കിൽ ഭയങ്കര ലിബറൽ ആയിട്ടായിരിക്കുമോ നോക്കുക? അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഇപ്പം നമ്മുടെ സ്കൂളിൽ നമുക്ക് എന്തെങ്കിലും നമ്മളുടെ ക്ലാസ് ടെസ്റ്റ്, യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് എല്ലാം നോക്കിയിട്ട് നമ്മൾ എഴുതിയതിൻ്റെ താഴേക്ക് അണ്ടർലൈനൊക്കെ ചെയ്ത് ഇതിൽ ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ട്, അതിൽ അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ ചിലപ്പോൾ ചില സ്കൂളിലെ ടീച്ചേഴ്സ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കീ ഉണ്ടാകും. അതായത് ഒരു ഉത്തരത്തിന് ഈ ഒരു പോയിന്റ്, ഇപ്പോൾ ഒരു 3 മാർക്സിൻ്റെ 4 മാർക്സിൻ്റെ ഒക്കെ ഒരു ആൻസർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പോയിന്റ്സ് വന്നിട്ടുണ്ടായിരിക്കണം. അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്സ് കിട്ടും. ഓക്കെ, അത് തന്നെ ഓരോ സബ്ജക്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കുമല്ലോ നിങ്ങളുടെ പേപ്പർ നോക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാകും നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങളുടെ മാർക്ക് എവിടെയൊക്കെ കുറയ്ക്കാനുണ്ടോ അങ്ങനെയല്ല ടീച്ചേഴ്സ് നോക്കുക. കാരണം നിങ്ങൾ എഴുതിയത് ഒരു പബ്ലിക് എക്സാം ആണെന്നും നിങ്ങൾ ആ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ അതിലൂടെ പോയിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥ എന്താണെന്നും നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളും എല്ലാം ടീച്ചേഴ്സിനും മനസ്സിലാവും. കാരണം അവർ ഇത്രയും അധികം കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പബ്ലിക് എക്സാമിൻ്റെ, പ്രത്യേകിച്ച് ഒരു SSLC +1 ഒക്കെ ആൻസർ കീ നോക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ഇങ്ങനെ ഭയങ്കര കടുംപിടുത്തം പിടിച്ചിട്ടൊന്നും ആയിരിക്കില്ല നോക്കുന്നുണ്ടാവുക. അവർ നിങ്ങൾക്കും കൂടെ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് മാർക്ക് കിട്ടണം, നിങ്ങൾക്ക് A+ കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും പേപ്പർ വാല്യുവേഷൻ ഉണ്ടാവുക. അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കണോ, ഭയങ്കര ലിബറൽ ആക്കണോ അങ്ങനെയല്ല. അത് ഒരു നോക്കുന്ന ടീച്ചേഴ്സിനെ പോലെ ഇരിക്കും. പക്ഷേ ടീച്ചേഴ്സ് കഴിവതും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കാനൊന്നും നിൽക്കാറില്ല. കാരണം നിങ്ങൾ എഴുതി
എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് ഓരോ സ്പെല്ലിങ്ങിലുള്ള മിസ്റ്റേക്ക് നോക്കി അതിലെ പ്രശ്നങ്ങൾ നോക്കി അതിലിവിടെ അരമാർക്ക് കുറയ്ക്കാം, അതിലിവിടെ 1 മാർക്ക് കുറയ്ക്കാം, അങ്ങനെയൊന്നും ടീച്ചേഴ്സ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ തെറ്റെഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ മാർക്ക് കിട്ടുന്ന രീതിയിൽ ലിബറൽ ആയിരിക്കില്ല. നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ കൺവേ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും. പിന്നെ നമ്മുടെ ലാംഗ്വേജ് സബ്ജക്ട്സിലേക്കൊക്കെ വരുന്ന സമയത്ത് അതിനും ആൻസർ കീ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ആൻസർ കീ ഉണ്ട്. അത് നിങ്ങൾ മിനിമം ലെവലിൽ കൺവേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ വാല്യുവേഷൻ. അല്ലാതെ ഒരിക്കലും നമ്മുടെ ടീച്ചേഴ്സ് ആയാലും നിങ്ങളിങ്ങനെ മാർക്ക് കുറച്ച് പിടിച്ച് അല്ലേ അങ്ങനെയൊന്നും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മിസ് A+കളുടെ എണ്ണം കുറയ്ക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും പേപ്പർ വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആക്കോ? മക്കളെ, A+കളുടെ എണ്ണം കുറയ്ക്കണം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ പഠന നിലവാരം ഉയർത്താനാണ്, അല്ലാതെ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാനല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പഠന നിലവാരം ഉയർത്തുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും, ആ രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്കുകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അങ്ങനെയാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആക്കി പിടിച്ച് എല്ലാവരുടെയും A+ കട്ട് ചെയ്യുന്ന രീതിയിലല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ എൻ്റെ മക്കളെ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളെ ഭയങ്കര വിഷമിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വാല്യുവേഷൻ ആയിരിക്കില്ല നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അവരും ഇത്രയും കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നതാണ്, അവരുടെ മനസ്സ് എന്താണ് നിങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊന്നും ആലോചിച്ച് എൻ്റെ മക്കളെ ടെൻഷൻ അടിക്കേണ്ടതില്ല. ഈ കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലിയർ വന്നു, കുറച്ചൊരു സമാധാനം കിട്ടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.